പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ലേണേഴ്സ് ഹബിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സിലബസിലെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ള മാനേജീരിയൽ എക്കണോമിക്സിന്റെ ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മൾ +1 +2 നമ്മൾ എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രിയിൽ ഒരു സെമസ്റ്ററുകളിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്. ദെൻ കുറച്ച് കാലത്തെ ഗ്യാപ്പ് എല്ലാവർക്കും ഉണ്ടാവും. കാരണം നമ്മൾ ഡിഗ്രിക്ക് ആകെ ഒരു പേപ്പർ എക്കണോമിക്സിനെ പറ്റിയിട്ട് നമ്മൾ കൊമേഴ്സുകാർ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമുക്കൊന്ന് പൊടിതട്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. ലേണേഴ്സ് അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാ? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണത്? പ്രൊവൈഡ് ചെയ്യണത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. സോ നല്ലൊരു റാങ്കിലേക്ക് എത്തുക എന്നുള്ള ഒരു ഒറ്റ ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് നോക്കാം, നമ്മുടെ മാനേജറിയൽ എക്കണോമിക്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യണം? സിലബസ് നമുക്ക് നോക്കാം. ഓക്കെ, വളരെ ചെറിയ രീതിയിലുള്ള ഒരു സിലബസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ വളരെ വിശാലമായ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനും ഉണ്ട്. നമുക്ക് നോക്കാം, പ്രധാനമായിട്ട് ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ പ്രൈസ് ഇൻകം അഡ്വർടൈസ്മെന്റ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിമാൻഡ്സിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ തിയറി ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻസുകളെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ പ്രൈസിങ് പോളിസി ആൻഡ് പ്രാക്ടീസസ് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് സൈക്കിൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സപ്ലൈ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സപ്ലൈ ഒന്നും നമുക്ക് എന്തില്ല? സിലബസിൽ അധികം ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. പ്രധാനമായിട്ട് നമുക്ക് ഡിമാൻഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സിലബസ് പ്രകാരം നമുക്ക് തന്നിട്ടുള്ള എക്കണോമിക്സിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം കളയേണ്ട, അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് നമുക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്? 2 ഗ്രീക്ക് വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഒക്യോസ് ആൻഡ് നിമേൻ എന്ന് പറയുന്ന 2 ഗ്രീക്ക് വേർഡുകൾ. ഏതൊക്കെയാ? അതിൽ ഒക്യോസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഹൗസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് എന്നുള്ളതിനാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അതുപോലെ നിമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ് ഓർ ഡിസ്ട്രിബ്യൂട്ട് എന്നാണ് എന്തുള്ളത്? അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. സോ ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് ഒറിജിനലി ഇതിനെന്തെന്ന് വിളിക്കാം? ഒക്കണോമിയ എന്നായിരുന്നു അതിനെന്തുണ്ടായിരുന്നത്? വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഒക്കണോമിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നായിരുന്നു. എന്തായിരുന്നുടാ? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് ആയിരുന്നു അതിന്റെ ഒരു മീനിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എക്കണോമിക്സ് എന്ന് പറഞ്ഞത് ആ വേർഡ് വന്നിട്ടുള്ളത് ഒരു ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ്. ഒക്കണോമിയ എന്നുള്ളതായിരുന്നു അതിന്റെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഓവർ ടൈം, അങ്ങനെ കാലങ്ങൾക്ക് ശേഷമൊക്കെ കഴിഞ്ഞു ദ മീനിങ് ഓഫ് എക്കണോമിക്സ് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. ഫ്രം മാനേജിങ് എ ഹൗസ് ഹോൾഡ് ടു മാനേജിങ് ഇൻ ദി റിസോഴ്സസ് ഓഫ് എ സൊസൈറ്റി, കൺട്രി ഓർ ഇൻ ദി വേൾഡ്. അതായത് ആദ്യ കാലങ്ങളിലൊക്കെ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിങ് എന്തായിരുന്നു? ഹൗസ് ഹോൾഡ് എക്സ്പെൻസുകളായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള ചെലവുകൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുന്നതിനെയാണ് പണ്ടൊക്കെ എക്കണോമിക്സ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് എന്തായി? അതൊക്കെ മാറി നമുക്ക് എന്ത് വന്നു? മാനേജിങ് ദി റിസോഴ്സസ് ഓഫ് ദി സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ റിസോഴ്സുകളും മാനേജ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ എല്ലാ റിസോഴ്സുകളും മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ വേൾഡിലെ തന്നെ എല്ലാ റിസോഴ്സുകളും മാനേജ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നതെന്നായി എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തുകൂടാ? ട്രാൻസ്ഫോർമേഷൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നുടാ? ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊക്കെ, ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്ങിൽ വരുന്നത്. പിന്നീട് അത് എന്തിലേക്ക് മാറി? സൊസൈറ്റിയിലുള്ള റിസോഴ്സസുകൾ, അല്ലെങ്കിൽ വേൾഡിലുള്ള അല്ലെങ്കിൽ കൺട്രിയിലുള്ള റിസോഴ്സുകളെ മാനേജ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അത് ചേഞ്ച് ആയി എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കും. ഇനി എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്കണോമിക്സ് ഈസ് ദി സോഷ്യൽ സയൻസ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോഷ്യൽ സയൻസ് ആണ്. കൺസേൺ വിത്ത് ദി, എന്തൊക്കെ കൺസേൺ ചെയ്യണത്? എന്തൊക്കെ അതിലുണ്ട് എന്നാ പറയണത്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെല്ലിംഗ് ആൻഡ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. മറക്കരുത്, എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെല്ലിംഗ് ആൻഡ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സോഷ്യൽ സയൻസ് ആണ്. ഇത് കൺസേൺ ചെയ്യണത് എന്താ? കൺസേൺ വിത്ത് ദി പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെല്ലിംഗ്, കൺസപ്ഷൻ ഓഫ് ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. ഇതാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ എക്കണോമിക്സിൽ എന്തൊക്കെ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കൺസേൺ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, സെല്ലിംഗ് ആൻഡ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, നമ്മുടെ സിലബസിൽ നമുക്ക് എന്താ ഉള്ളത്? മാനേജീരിയൽ എക്കണോമിക്സ് ആണ്.
വെറും എക്കണോമിക്സിനെ പറ്റിയിട്ടല്ല നമുക്ക് പഠിക്കാൻ. ശരിക്കും എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായി കിടക്കുന്ന ഒരു ഭാഗമാണ് അല്ലെ. എക്കണോമിക്സിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ പഠിക്കുന്ന കൊമേഴ്സ് ഒക്കെ. ഓക്കെ, എക്കണോമിക്സ് പലതരത്തിലുണ്ട്. ഏതൊക്കെയാ? മാക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, ഹെൽത്ത് എക്കണോമിക്സ് അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ എക്കണോമിക്സ്, എഡ്യൂക്കേഷണൽ എക്കണോമിക്സ്, അഗ്രികൾച്ചറൽ എക്കണോമിക്സ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പിൽ എന്തുണ്ട് എക്കണോമിക്സിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിലത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പൊ എന്തായിരിക്കും മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താ? ബിസിനസ്സിലെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്കണോമിക്സുകളാണ് എന്തെന്ന് പറയുന്നത് മാനേജീരിയൽ. നമ്മളൊരു മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എക്കണോമിക്സിനെയാണ് എന്ന് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് നോക്കാം എന്താ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. എന്താ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്കണോമിക്സിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ആണ് ഓഫ് എക്കണോമിക്സ്. അത് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്ത്? എക്കണോമിക് തിയറീസ്. അത് എന്തൊക്കെ അപ്ലൈ ചെയ്യണോ? എക്കണോമിക് തിയറീസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ്. എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിക്സിന്റെ തിയറീസ്, മെത്തേഡ്സുകൾ, പ്രിൻസിപ്പിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോർ എന്തിനു വേണ്ടിയിട്ടാ? ഫോർ സോൾവ് ദി പ്രാക്ടിക്കൽ പ്രോബ്ലം ഓഫ് ദി ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. ബിസിനസ്സിലെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് ബിസിനസ്സിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെയാടാ? എക്കണോമിക്സിന്റെ മെത്തേഡുകൾ, പ്രിൻസിപ്പിളുകൾ, അതുപോലെ തന്നെ എന്തൊക്കെയാ തിയറികളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ബിസിനസിന്റെ ഉള്ളിലെ പ്രോബ്ലംസ് എല്ലാം പരിഹരിച്ചുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എക്കണോമിക്സിനെ വിളിക്കുന്ന പേരാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് എക്കണോമിക്സിന്റെ ഡെഫിനിഷൻസുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് വെൽത്ത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. മറക്കരുത്, വെൽത്ത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. ആരാണ് വെൽത്ത് ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്? എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നമ്മുടെ ആരാണ്? ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എക്കണോമിക്സ്. മറക്കരുത്, ഈസ് നോൺ ആസ് ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക, നോൺ ആസ് ദി ക്ലാസിക്കൽ ഡെഫിനിഷൻ ഗിവൺ ബൈ ദി. അപ്പൊ എക്കണോമിക്സിന് ഒരു ക്ലാസിക്കൽ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളും ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ആൻ എൻക്വയറി ഇൻടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. മറക്കരുത്, എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. 1776 അപ്പൊ നമുക്ക് എക്സാമിനൊക്കെ നമുക്ക് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് വരാറുണ്ട്. സോ അതിലൊക്കെ ഈ ഡേറ്റ്, ഈ ബുക്കൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ആഡം സ്മിത്തിന്റെ ബുക്കിന്റെ പേരെന്താണ്? എൻക്വയറി ഇൻടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ ആണ്. അത് എഴുതിയത് എന്താടാ? 1776. ക്ലിയർ ആണല്ലോ? ഇനി ഇറ്റ് വ്യൂസ് എക്കണോമിക്സ് ആസ് ദി സ്റ്റഡി ഓഫ് വെൽത്ത് ആൻഡ് ഇറ്റ്സ് അക്യുമുലേഷൻ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താണ്? എക്കണോമിക്, കാരണം ഇത് ക്ലാസിക്കൽ തിയറിയാണ്. സോ ഇദ്ദേഹം പറയാണ് എന്താണ്? എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൽത്തും അതുപോലെ തന്നെ വെൽത്തിന്റെ അക്യുമുലേഷനും മാത്രമാണ് എന്തെന്ന് പറഞ്ഞത്. അതിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് പറഞ്ഞതാണ് കേട്ടോ. ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയൊന്നല്ല. ഓക്കെ, അപ്പൊ ആഡം സ്മിത്ത് പറഞ്ഞത് എന്താണ്? എക്കണോമിക്സ് ആസ് ദി സ്റ്റഡി ഓഫ് വെൽത്ത് ആൻഡ് ഇറ്റ് അക്യുമുലേഷൻ എന്നാണ് ആഡം സ്മിത്ത് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാടാ വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിന്റെ വെൽഫെയർ ഡെഫിനിഷൻ ഉണ്ട്. അടുത്തൊരു ഡെഫിനിഷൻ ആണ് വെൽഫെയർ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നോക്കാം, പ്രപ്പോണ്ടഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. അപ്പൊ അടുത്ത ഒരു വ്യക്തിയാണ് എക്കണോമിക്സിന് കുറച്ച് ഡെഫിനിഷൻസുകൾ കൊണ്ടുവന്നിട്ടുള്ള, അല്ല എക്കണോമിക്സിന്റെ തിയറീസുകൾ കൊണ്ടുവന്നിട്ടുള്ള അടുത്ത ആളാണ് ആൽഫ്രഡ് മാർഷൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ ബുക്കാണ് മറക്കരുത് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. മറക്കരുത്, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. 1890 എന്ത് ചെയ്തിട്ടുള്ളത്? ഇദ്ദേഹം ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. 1890 ഇദ്ദേഹം ഈ പുസ്തകം എന്ത് ചെയ്തിട്ടുള്ളത്? എഴുതിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. Then Marshall emphasized that economics is not just about the wealth but about people. അപ്പൊ നമ്മുടെ ആദ്യത്തെ പറഞ്ഞത് എന്താണ്? വെൽത്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞു. പക്ഷേ മാർഷൽ വന്നിട്ട് പറഞ്ഞു വെൽത്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി മാത്രമല്ല, പ്രധാനമായിട്ട് എക്കണോമിക്സ് എന്ന് പറയുന്ന സ്റ്റഡി എന്ന് പറയുന്നത് ആരെ പറ്റിയിട്ടുള്ളതാടാ? പീപ്പിൾസിനെ പറ്റിയിട്ടുള്ളതാണ്, മെൻ കൈൻഡിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞ ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. അപ്പൊ മാർഷൽ എംഫസൈസ്ഡ് ദാറ്റ് എക്കണോമിക്സ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വെൽത്ത്. വെൽത്തിനെ പറ്റി മാത്രമല്ല,
ബട്ട് അബൌട്ട് എന്താണ് പീപ്പിൾ ആണ് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, ഡിഫൈൻഡ് എക്കണോമിക്സ് ആസ് ദി സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദി ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ് ഫോക്കസിങ് ഓൺ ഹ്യൂമൻ വെൽഫെയർ. നമ്മൾ ഹ്യൂമൻ വെൽഫെയർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ പറയും ഹ്യൂമൻ വെൽഫെയറിനെ ഫോക്കസ് ചെയ്തിട്ട് എക്കണോമിക്സിൽ സ്റ്റഡി നടന്നിട്ടുള്ള അല്ലെങ്കിൽ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാടാ, ആൽഫ്രഡ് മാർഷൽ ആണ്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. ഏത് കൊല്ലത്തിലാണ്, 1890. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്ത വ്യക്തിയാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്, ലയൺ റോബിൻസൺ. നോക്ക് ആരാണ്, ലയണൽ റോബിൻസൺ. ഓക്കെ, ലയണൽ റോബിൻസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് ഈ സൈഡിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബുക്കായിരുന്നു എൻ ഈസി ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ്. 1932 എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോട്ടൊക്കെ എഴുതിയെടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഇവരുടെ പേരിന് നേരെ ഇവരെ എഴുതിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂട്ടുള്ള സ്റ്റഡി അല്ലെങ്കിൽ അവരുടെ ആ ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അക്കോർഡിംഗ് ടു റോബിൻസ് എക്കണോമിക് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ എസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താടാ, തീരുവോ ഇല്ല, അൺലിമിറ്റഡ് വാണ്ട്സ് ആണ് മനുഷ്യന്മാർക്കുള്ളത് അല്ലെ. പക്ഷെ ഇതെല്ലാം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എന്താണ്, വളരെയധികം കുറവാണ്. സോ നമ്മുടെ ലയൺ റോബിൻസൺ പറയാണ്, അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ വാണ്ട്സും അതുപോലെ തന്നെ അലിമിറ്റഡ് റിസോഴ്സും ആണ്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്ന ഒരു കാര്യം, അതിനെ പറ്റി പറയുന്നതാണ് എന്തെന്ന് എക്കണോമിക്സ് എന്നാണ് ആര് പറയണത്, ലയൺ റോബിൻസൺ എന്ത് ചെയ്യണത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം കൊടുത്ത ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി, വിഭവ ദൗർലഭ്യം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. ഓക്കെ, സോ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഇസ് പ്രൊപ്പോസ്ഡ് ബൈ ലയൺസ് റോബിൻസൺ ആണ്. അദ്ദേഹത്തിന്റെ ബുക്ക് ആൻഡ് ഈസി ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് ആണ്. എന്നാടാ 1932 അത് ഇറക്കിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഗ്രോത്ത് ഡെഫിനിഷൻ ആണ്, ഗ്രോത്ത് ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. പോൾ സാമുൽസൺ എന്ന് പറയുന്ന സാറാണ്, അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്രോത്ത് ഡെഫിനിഷൻ എന്ത് ചെയ്തിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത്. സോ അദ്ദേഹം പ്രസന്റ് ചെയ്തിട്ടുള്ള എന്താ, അദ്ദേഹത്തിന്റെ ബുക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റഡി എന്ന് പറഞ്ഞാല് ഫൗണ്ടേഷൻ ഓഫ് എക്കണോമിക് അനാലിസിസ് 1946. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളാണ് അല്ലെ. ഓക്കെ, 1946 എന്താ അദ്ദേഹത്തിന്റെ സ്റ്റഡി, ഫൗണ്ടേഷൻ ഓഫ് എക്കണോമിക് അനാലിസിസ് ആണ്. അതിലെന്താ അദ്ദേഹം പറയണത്, ദ വ്യൂ എംബസൈസ് എക്കണോമിക്സ് ആസ് എ സോഷ്യൽ സയൻസ് ഓഫ് ഗ്രോത്ത്. എന്താണ് ദ വ്യൂ എംബസൈസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സയൻസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ അദ്ദേഹം പറയണത് എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്തും ഡെവലപ്മെന്റ്സിനെയും പറ്റിയിട്ടുള്ള സ്റ്റഡീനെയാണ് എന്തെന്ന് പറയണത്, എക്കണോമിക്സ് എന്ന് പറയണത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നോക്കാം, ദിസ് വ്യൂ എംബസൈസ് ദ എക്കണോമിക്സ് ആസ് എ സയൻസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് focusing on how resources can be utilized to achieve continuous economic progress. എങ്ങനെയാണ് നമ്മൾ റിസോഴ്സസുകൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്കണോമിക് പ്രോഗ്രസിന് വേണ്ടിയിട്ട്. സോ ഈ ഗ്രോത്ത്, അതായത് പ്രധാനമായിട്ട് ഗ്രോത്തിനും ഡെവലപ്മെന്റിനും, എങ്ങനെയാണ് ഗ്രോത്തും ഡെവലപ്മെന്റ്, നമ്മുടെ റിസോഴ്സുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എക്കണോമിക് പ്രോഗ്രസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രോപ്പർ ആയിട്ട് ഈ റിസോഴ്സസുകളൊക്കെ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡികളെയാണ് ഇതെന്ന് പറയുന്നത്, ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡികളെയാണ് എക്കണോമിക്സ് എന്നാണ് ആര് പറഞ്ഞത്, പോൾ സാമുൽസൺ എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അദ്ദേഹത്തിന്റെ ബുക്ക് മറക്കരുത്, ഫൗണ്ടേഷൻ ഓഫ് എക്കണോമിക് അനാലിസിസ് ആണ്. എന്നാണ് 1946. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എക്കണോമിക്സിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിൽ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡിമാൻഡ് അനാലിസിസിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് എന്താണ് മീനിങ് ഓഫ് ഡിമാൻഡ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന് എപ്പോഴാണ് ഡിമാൻഡ് ഉണ്ടായിരിക്കുക, അല്ലെ, നമ്മൾ ഒരു വസ്തു വാങ്ങാനായിട്ട് ആൾക്കാർ കൂടുതലായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വസ്തുവിന് എന്തെന്ന് പറയാം, ഡിമാൻഡ് കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അത് തന്നെയാണ് എക്കണോമിക്സിലും പറയുന്നത്. ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സോ സർവീസിനോ എന്ത് ചെയ്യണം, ആൾക്കാർക്ക് വാങ്ങാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവണം. ഒരു കാര്യം, ഒരു ഡിസയർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, വില്ലിങ്നെസ്സും ഡിസയറും ഉണ്ടായിട്ട് മാത്രം കാര്യമുണ്ട ഇല്ല, അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവ് അവനുണ്ടായിരിക്കണം. അതായത് പൈസ അത് വാങ്ങുന്നതിന്, പ്രൈസ് കൊടുത്ത് അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വില്ലിങ്നെസ് ടു പേയും കൂടി അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പ്രൊഡക്റ്റിന് എന്തുണ്ടാവുള്ളൂ, ഡിമാൻഡ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ഈ ഒരു റിമോട്ട് എനിക്ക് വാങ്ങാനായിട്ട് എന്തുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്.
ഓക്കെ, അപ്പൊ ഇതിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, ഇത് വാങ്ങാനായിട്ടുള്ള പൈസ എന്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാനായിട്ട് സാധിക്കും. സോ ഇനി നമുക്ക് നോക്കാം, ഡിമാൻഡ് റെഫേഴ്സ് ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ ബോത്ത് വില്ലിംഗ് ആൻഡ് ഏബിൾ ടു പർച്ചേസ് അറ്റ് ഡിഫറെന്റ് പ്രൈസ് ലെവൽസ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിമാൻഡിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞു എന്തൊക്കെ വേണം, വില്ലിങ്നെസ് വേണം. ഓക്കെ, അതുപോലെ തന്നെ എന്താ, ഏബിൾ ടു പർച്ചേസ് അറ്റ് ഡിഫറെന്റ് പ്രൈസ് ലെവൽ, നമുക്ക് ഡിഫറെന്റ് പ്രൈസ് ലെവലിൽ അത് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും കൂടി, പൈസയും കൂടി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ജസ്റ്റ് എ ഡിസൈർ, അതാ പറയണത്, ഇത് ഒരു താല്പര്യം ഉണ്ടായാൽ മാത്രം നമുക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതാ പറയണത്, ഇറ്റ് ഈസ് നോട്ട് എ ജസ്റ്റ് ഡിസയർ ബട്ട് ഡിസയർ സപ്പോർട്ടഡ് ബൈ ദി, എന്താ, ഡിസയറിനെ സപ്പോർട്ട് ചെയ്യണം. എന്ത് സപ്പോർട്ട് ചെയ്യണം, എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ, നമുക്ക് അതിനുള്ള കഴിവും അതുപോലെ തന്നെ പൈസ കൊടുത്തുകൊണ്ട് അത് വാങ്ങാനായിട്ടുള്ള കഴിവും നമുക്ക് എന്തുണ്ടായിരിക്കണം, അതിനുണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും കൂടി ചേർന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂടാ, പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. ഏതൊക്കെ കാര്യങ്ങളാണ്, ഒന്ന് ഡിസയർ പ്ലസ് അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, നമുക്ക് വില്ലിങ്നെസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എബിലിറ്റി ഉണ്ടായിരിക്കണം. എബിലിറ്റി പ്ലസ് എന്തായിരിക്കണടാ, വില്ലിങ്നെസ് ടു പേ. വില്ലിങ്നെസ് ടു പേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെന്ന് പറയാം, ഡിമാൻഡ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എന്തൊക്കെയാണ്, ഡിസയർ പ്ലസ് എബിലിറ്റി പ്ലസ് വില്ലിങ്നെസ് ടു പേ. ക്ലിയർ ആണല്ലോ? അടുത്തായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ഡിമാൻഡുകൾ നോക്കാം. പെട്ടെന്ന് പറഞ്ഞു പോകാൻ വളരെ എളുപ്പമാണ്, കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ഡിമാൻഡ് ആണ്. ഇതാണ് ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ കൺസ്യൂമർ ഗുഡ്സുകളായിരിക്കും. ദാറ്റ് മീൻസ് ആ ഗുഡ്സ് നമ്മുടെ കൺസ്യൂമറിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഗുഡ്സ് ഉപയോഗിച്ചിട്ട് ആ കൺസ്യൂമറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, വേറെ ഒന്നും ഉത്പാദിപ്പിക്കാനോ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ സാധിക്കില്ല. സോ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ഫൈനൽ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ ദി ഫൈനൽ കൺസ്യൂമർ ഗുഡ്സ് സച്ചേസ്, ഏതൊക്കെയായിരിക്കും അത്, ഫുഡ് ഐറ്റംസുകളായിരിക്കാം, ക്ലോത്ത് ആയിരിക്കാം, അതുപോലെ മൊബൈൽ ഫോൺ, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഗുഡ്സുകളുടെ ഡിമാൻഡിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രദ്ധിക്കുക, എന്താണ്, ഫൈനൽ കൺസ്യൂമർ ഗുഡ്സുകളുടെ ഡിമാൻഡിനെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിന്റെ ഓൾസോ നോൺ ആസ് എന്താ, ഓട്ടോണമസ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇൻഡിപെൻഡന്റ് ആണ്, വേറൊരു പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇതിന്റെ ഡിമാൻഡ്. ഇത് എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് അതർ പ്രൊഡക്റ്റ്, മറ്റുള്ള പ്രൊഡക്റ്റുകളുമായിട്ട് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന പ്രൊഡക്റ്റുകളാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ? സോ ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിമാൻഡ് ഫോർ ഫൈനൽ കൺസ്യൂമർ ഗുഡ്സ് ആണ്, സച്ച് എന്തൊക്കെ, ഫുഡ്, ക്ലോത്ത്, മൊബൈൽ ഫോൺ എക്സെട്ര ആണ്. ഇതിന് ഓൾസോ നോൺ ആസ് ഓട്ടോണമസ് ഡിമാൻഡ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കിയേ, നമ്മുടെ ഇൻഡയറക്റ്റ് ഓർ ഡിറൈവ്ഡ് ഡിമാൻഡ്. നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്താ, ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. നോക്കാം, ഡിമാൻഡ് ദാറ്റ് അറൈസ് ഡ്യൂ ടു ദി ഡിമാൻഡ് ഫോർ അനദർ പ്രൊഡക്റ്റ്, അല്ലെ, വേറൊരു പ്രൊഡക്റ്റിന്റെ സഹായത്താൽ നമ്മുടെ പ്രൊഡക്റ്റിന് എന്തുണ്ടായിരിക്കുക, ഡിമാൻഡ് ഉണ്ടായിരിക്കുക. സോ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ഓർ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഡിമാൻഡ് ഫോർ ദി സ്റ്റീൽ, അല്ലെ, സ്റ്റീൽ ഐറ്റംസുകൾ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റീലിന്റെ ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, അതുകൊണ്ട് ആ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കാൻ കഴിയുന്ന വാഹനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഷീറ്റുകളൊക്കെ വെച്ചിട്ടായിരിക്കാം. ഓക്കെ, സോ അതാണ് പറയുന്നത് എന്താ, ഡിമാൻഡ് ഫോർ സ്റ്റീൽ ഡിപ്പെൻഡ് ഓൺ ദി ഡിമാൻഡ് ഫോർ കാർ, അല്ലെ, കാറുകൾക്കും അല്ലെങ്കിൽ ഷീറ്റുകൾക്കും ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിന്റെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള സ്റ്റീലിന് ഒന്നുണ്ടായിരിക്കുള്ളൂ, ഡിമാൻഡ് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള ഡിമാൻഡുകൾ വിളിക്കുന്ന പേരാണ് ഇൻഡയറക്റ്റ് ഓർ ഡിറൈവ്ഡ് ഡിമാൻഡ്. ഓക്കെ, വേറൊരു പ്രൊഡക്റ്റ് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടായിരിക്കുള്ളൂ, ഡിമാൻഡ് ഉണ്ടായിരിക്കുള്ളൂ. സോ ഇങ്ങനെയുള്ള ഡിമാൻഡിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇൻഡയറക്റ്റ് ഓർ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? 2 പഠിച്ചേതൊക്കെയാ, ഡയറക്റ്റ് ഡിമാൻഡും ഇൻഡയറക്റ്റ് ഓർ ഡിറൈവ്ഡ്. ജോയിന്റ് ഓർ കോംപ്ലിമെന്ററി ഡിമാൻഡ് ആണ്, മറക്കരുത്, എന്താണ്, ജോയിന്റ് ഓർ കോംപ്ലിമെന്ററി ഡിമാൻഡ് ആണ്. Then 2 or more goods are demanded together to satisfy one need. എന്താണ്, 2 or more goods എന്ത് ചെയ്യണം, ഒരുമിക്കും, കൂടിച്ചേർന്നിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, അവിടെ ഡിമാൻഡ് ഉണ്ടാകുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇങ്ക് ആൻഡ് പെൻ, അല്ലെ, നമുക്ക് ഇങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പെന്നിന് ഡിമാൻഡ് ഉണ്ടായിരിക്കും,
പെന്നില്ലാന്ന് വെച്ചെങ്കിൽ ഇങ്കിന് ഡിമാൻഡ് ഉണ്ടായിരിക്കുമല്ലോ. ഇത് രണ്ടും കൂടി ചേർന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ രണ്ട് പ്രൊഡക്റ്റിന് എന്തുണ്ടായിരിക്കുള്ളൂ, ഡിമാൻഡ് ഉണ്ടായിരിക്കുള്ളൂ. കാർ ആൻഡ് പെട്രോൾ, പെട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് കാറിന് ഡിമാൻഡ് ഉണ്ടായിരിക്കും, കാർ ഇല്ലെങ്കിൽ പെട്രോളിന് ഡിമാൻഡ് ഉണ്ടായിരിക്കില്ല. സോ അതാണ് പറയുന്നത്, വെൻ ടു ഓർ മോർ ഗുഡ്സ് ആർ ഡിമാൻഡഡ് ടുഗദർ ടു സാറ്റിസ്ഫൈ വൺ നീഡ്. സോ അതാണെന്ന് പറഞ്ഞാൽ ജോയിന്റ് ആൻഡ് കോംപ്ലിമെന്ററി ഡിമാൻഡ് എന്ന് പറയുന്നത് ആണല്ലോ. നെക്സ്റ്റ് നോക്കാം, കോമ്പോസിറ്റ് ഡിമാൻഡ്. ശ്രദ്ധിക്കുക, കോമ്പോസിറ്റ് ഡിമാൻഡ്, ഡിമാൻഡ് ഫോർ എ ഗുഡ്സ് ദാറ്റ് ഹസ് മൾട്ടിപ്പിൾ യൂസസ്. എക്സാമ്പിൾ ഏതൊക്കെയാ? ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഫോർ ലൈറ്റ്നിങ്, കൂളിംഗ് ആൻഡ് റണ്ണിങ് മെഷീൻസ്. അപ്പൊ ഇവിടെ പറയുന്നത് കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വസ്തു ഉണ്ടായിരിക്കും, ആ വസ്തു കൊണ്ട് നമുക്ക് കുറെ യൂസുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡാണ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി അല്ലെ, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തിനൊക്കെ ഉപയോഗിക്കാം? നമുക്ക് ലൈറ്റിങ്ങിന് ഉപയോഗിക്കാം, കൂളിങ്ങിന് ഉപയോഗിക്കാം, മെഷീൻസുകൾ റൺ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ലാൻഡ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? അഗ്രികൾച്ചറിന് ഉപയോഗിക്കാം, വീട് വയ്ക്കാൻ ഉപയോഗിക്കാം, ഫാക്ടറികൾക്ക് ഉപയോഗിക്കാം, പല കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ ഡിമാൻഡാണ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണോ, ഏതൊക്കെ ഡിമാൻഡുകൾ നമ്മൾ പഠിച്ചു? ഇപ്പോ ജോയിന്റ് ആൻഡ് കോംപ്ലിമെന്ററി ഡിമാൻഡ് പഠിച്ചു, കോമ്പോസിറ്റ് ഡിമാൻഡ് പഠിച്ചു, ഡയറക്റ്റ് ഡിമാൻഡ് പഠിച്ചു, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ഓർ ഡിറൈവ്ഡ് ഡിമാൻഡ് ഒക്കെ നമ്മൾ പഠിച്ചു. ക്ലിയർ? അടുത്തൊരു പ്രധാനപ്പെട്ട ഡിമാൻഡ് ആണ് ക്രോസ് ഡിമാൻഡ് എന്നുള്ളത്. ക്രോസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും വരണം നമ്മുടെ ടീയും കോഫിയാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഓക്കെ, ക്രോസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ദി പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് റാദർ ദാൻ ഇറ്റ്സ് ഓൺ പ്രൈസ്. അതിന്റെ സ്വന്തം പ്രൈസ് അല്ലാതെ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസിൽ വരുന്ന ചേഞ്ച് അനുസരിച്ചിട്ട് എന്ത് വരികടാ, ഡിമാൻഡിൽ ചേഞ്ച് വരിക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചേ, കോഫിയുടെ എന്ത് ചെയ്യാണ്, പ്രൈസ് കൂടുകയാണെന്ന് വിചാരിക്കുക, കോഫിയുടെ പ്രൈസ് കൂടുകയാണെന്ന് വിചാരിക്കുക. ഉടനടി എന്ത് ചെയ്യൂടാ, എന്തിന് ഡിമാൻഡ് കൂടും? ടീക്ക് ഡിമാൻഡ് കൂടും. ആൾക്കാർ കോഫി കുടിച്ചവരൊക്കെ എന്തിലേക്ക് വരും? ടീ കുടിക്കാനായിട്ട് വരും. ഓക്കെ, അപ്പൊ അവിടെ എന്താ, റിലേറ്റഡ് ഗുഡ്സിന്റെ എന്ത് വരുന്നു, ചേഞ്ച് വരും. നമ്മുടെ പ്രൈസിൽ ചേഞ്ച് വരുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, ആൾക്കാർ ഡിമാൻഡിൽ ചേഞ്ച് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഉണ്ടാവുന്ന ഡിമാൻഡ് എന്തെന്ന് വിളിക്കാം, ക്രോസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വിളിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് നോക്കാം, അടുത്ത ടൈപ്സ് ഓഫ് ഡിമാൻഡ് ആണ് പ്രൈസ് ഡിമാൻഡ് എന്നുള്ളത്. പ്രൈസ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ഡിഫറെന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രൊഡക്റ്റ് ദാറ്റ് കൺസ്യൂമേഴ്സ് പർച്ചേസ് അറ്റ് വാരിയസ് പ്രൈസ് ലെവൽസ്. അല്ലെ, പ്രൈസിനനുസരിച്ചിട്ട് നമുക്ക് പ്രൈസ് ഡിഫറെന്റ് ആയിട്ട് വരുമ്പോൾ, ഇപ്പൊ 10 രൂപയാവുമ്പോൾ ആ സാധനം നമ്മൾ ചിലപ്പോൾ 10 രൂപ ആകുമ്പോൾ ഒരു 4 എണ്ണം പർച്ചേസ് ചെയ്യും. ഇനി അത് വില കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂടാ, 6 എണ്ണം ആക്കും. പിന്നെയും വില കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും കൂട്ടി എന്ത് ചെയ്യും, അത് പർച്ചേസ് ചെയ്യും. അല്ലെ, അപ്പൊ പ്രൈസിൽ ചേഞ്ചസ് വരുമ്പോൾ എന്ത് വരും, ഡിമാൻഡിൽ എന്ത് വരും, ചേഞ്ചസ് വരും. സോ അങ്ങനെയുള്ള ഡിമാൻഡിനാണ് എന്തെന്ന് പറയുന്നത്, പ്രൈസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇൻകം ഡിമാൻഡ്, അതും അങ്ങനെ തന്നെയല്ലേ. നമുക്ക് പൈസ കൂടുതൽ, നമ്മുടെ കയ്യിലേക്ക് പൈസ കൂടുതൽ വരുമ്പോൾ നമ്മൾ സാധനങ്ങൾ എന്ത് ചെയ്യൂടാ, കൂടുതൽ വാങ്ങാനായിട്ട് നോക്കും. അപ്പോൾ പ്രൈസിൽ, നമ്മുടെ ഇൻകത്തിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് ഡിമാൻഡിൽ എന്ത് വരും, വേരിയേഷൻസുകൾ വരാറുണ്ട്. അതിനെയാണ് ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത്. എ കൺസ്യൂമർ ഇൻകം റൈസസ്, ഡിമാൻഡ് ഫോർ ദി മോസ്റ്റ് ഗുഡ്സ് ഇൻക്രീസസ്. അല്ലെ, എക്സാം എന്താ, വിത്ത് ഹയർ ഇൻകം ആണെന്ന് വെച്ചെങ്കിൽ പീപ്പിൾ മേ ബൈ മോർ ലക്ഷറി ഐറ്റം. അല്ലെ, നമ്മളെ കയ്യിൽ കുറെ പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സാധാ ഫോണൊക്കെ മാറ്റി ഐഫോണൊക്കെ വാങ്ങാൻ പോകും. അല്ലെ, ബൈക്ക് മാറ്റി കാർ വാങ്ങാൻ പോകും. ഓക്കെ, അതാണ് പറയുന്നത്, ഇൻകത്തിൽ വരുന്ന ചേഞ്ച് അനുസരിച്ചിട്ടും ഡിമാൻഡിൽ ചേഞ്ച് വരും. സോ അതിനെ ഇൻകം ഡിമാൻഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻഡിവിജ്വൽ ഡിമാൻഡ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഡിമാൻഡ്. രണ്ട് കോൺസെപ്റ്റ് ആണ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കുള്ള ഡിമാൻഡുകളാണ്. ഫോർ എക്സാമ്പിൾ ഒരു മാർക്കറ്റ് എടുക്കാം. മാർക്കറ്റ് എടുത്തിട്ട് നമ്മളൊരു എ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അപ്പൊ പിന്നെ പ്രൈസ് ഓഫ് എ കമോഡിറ്റി, എക്സ് എന്ന് പറയുന്ന ഒരു കമോഡിറ്റിയുടെ പ്രൈസ് 100 രൂപയായപ്പോൾ ഇയാൾ എത്ര എണ്ണം വാങ്ങുന്നുണ്ട്? എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 10 ക്വാണ്ടിറ്റിയാണ് എന്താ, ഒരു മാംഗോ എന്ന് വിചാരിക്കാം. മാംഗോ 100 രൂപയായപ്പോൾ അദ്ദേഹം 10 ക്വാണ്ടിറ്റി 10 കിലോ വാങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അത് 80 രൂപയായപ്പോൾ വില കുറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തൂടാ, ഒരു 12 കിലോ ആക്കി. വില കുറഞ്ഞപ്പോ അദ്ദേഹം എന്ത്, ഡിമാൻഡ് കൂടി. പിന്നെ ഒരു 60 രൂപയായപ്പോൾ എന്ത് ചെയ്തു, ഒരു 14ലേക്ക് മാറ്റി. 40 രൂപയായപ്പോൾ ഒരു 16ലേക്ക് ക്വാണ്ടിറ്റി എന്ത് ചെയ്തു, കൂടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഇതാണ് നമ്മുടെ ഡിമാൻഡ് ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരും ക്ലാസ്സുകളിലൊക്കെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു മാർക്കറ്റിലുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ മൊത്തം അഗ്രിഗേറ്റ് ഡിമാൻഡിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന്റെ മാത്രം അഗ്രിഗേറ്റ് ഡിമാൻഡിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം,
നമുക്ക് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് വിളിക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ഡിമാൻഡഡ് ബൈ എ സിംഗിൾ കൺസ്യൂമർ. അതാണ് ഒരൊറ്റ കൺസ്യൂമർ. ഇവിടെ ഒരൊറ്റ കൺസ്യൂമർ അല്ലേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സോ ഒറ്റ കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് വിളിക്കാം. എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് എ കമോഡിറ്റി ഡിമാൻഡ് ബൈ ദി സിംഗിൾ കൺസ്യൂമർ അറ്റ് ഗിവൺ പ്രൈസ് ആൻഡ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞ് വിളിക്കാം. ഇനി മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ഈ എക്സാമ്പിൾ തന്നെ പറയാം. ഇവിടെ ഒരൊറ്റ വ്യക്തിയല്ല, ബിയും സിയും എന്ന് പറയുന്ന രണ്ട് വ്യക്തികളും കൂടി എന്ത് ചെയ്യാണ്? ആ മാർക്കറ്റിൽ കയറി വരുന്നത്. സോ അവരൊക്കെ വാങ്ങുന്നത് എന്ത് ചെയ്യാം? 20, 22, 24, 26 കിലോ വാങ്ങാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ 30, 32, 34, 36 കുറെ ഇൻഡിവിജ്വൽസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൂന്ന് വ്യക്തികളുടെയും എന്ത് ചെയ്യാനോടാ? ഇതൊക്കെ ആഡ് ചെയ്യണം. ഇതെല്ലാം ആഡ് ചെയ്ത് കിട്ടുന്ന ടോട്ടൽ ആണെന്ന് പറഞ്ഞാല് ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂസുകൾ കിട്ടും അല്ലെ? ഇവിടെ ഒരു വാല്യൂ കിട്ടും, ഇവിടെ ഒരു വാല്യൂ കിട്ടും, ഇവിടെ ഒരു വാല്യൂ കിട്ടും, ഇവിടെ ഒരു വാല്യൂ കിട്ടും. ഈ ഡിമാൻഡിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? മാർക്കറ്റ് ഡിമാൻഡ്. അതായത് ഒരു മാർക്കറ്റിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിന്റെയും അല്ലെങ്കിൽ എല്ലാ സിംഗിൾ കൺസ്യൂമേഴ്സിന്റെയും ഡിമാൻഡ്, ഇൻഡിവിജ്വൽ ഡിമാൻഡുകളുടെ അഗ്രിഗേറ്റ് ടോട്ടൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടോട്ടൽ ഡിമാൻഡ് ഓഫ് ഓൾ കൺസ്യൂമേഴ്സ് ഫോർ ദി product at a particular price over a period of time, keeping other conditions unchanged. ബാക്കി എല്ലാ കണ്ടീഷൻസുകളും എന്തായിരിക്കും? അൺചേഞ്ച് ആയിരിക്കും. കാരണം ഇവിടെ പ്രൈസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? കൺസിഡർ ചെയ്തിട്ടുള്ളൂ. സോ ബാക്കി എല്ലാതുകളും കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചുകൊണ്ട് പ്രൈസിന് മാത്രം എടുത്തുകൊണ്ട് ഒരു ഡിഫറെന്റ് ഇൻഡിവിജ്വൽസിന്റെ മൊത്തം ഡിമാൻഡുകളുടെ അഗ്രിഗേറ്റിനെയാണ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്? അപ്പൊ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. നമ്മൾ പഠിച്ച ഡിമാൻഡുകളൊക്കെ ഒന്ന് ഓർത്തെടുത്ത് നോക്കിയേ. ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ക്രൂസ് ഡിമാൻഡ് അല്ലെ, കോമ്പോസിറ്റ് ഡിമാൻഡ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ്, പ്രൈസ് ഡിമാൻഡ്, ഇൻകം ഡിമാൻഡ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ക്ലിയർ ആണല്ലോ? അടുത്ത നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഡിമാൻഡ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്? പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചുകൂടാ? എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് പഠിച്ചു, എക്കണോമിക്സിന്റെ മീനിങ് പഠിച്ചു, അതിൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്താന്ന് പഠിച്ചു, അതുപോലെ തന്നെ പല ആൾക്കാരുടെയും തിയറീസ്, എക്കണോമിക്സിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട തിയറീസുകൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചിട്ടുണ്ടായിരുന്നു. വെൽത്ത് പഠിച്ചു, വെൽഫെയർ പഠിച്ചു, സ്കേഴ്സിറ്റി പഠിച്ചു, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡെഫിനിഷൻസുകളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? നേരെ ഡിമാൻഡ് എന്താന്ന് പഠിച്ചു. ദെൻ ടൈപ്സ് ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ലേണേഴ്സ് ഹബിന്റെ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും കറക്ഷൻസോ സജഷൻസോ ഉണ്ടെച്ചാൽ നിങ്ങൾ നമ്മളോട് പറയാം. കാരണം നിങ്ങളുടെ സജഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് അടിപൊളി ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ആ കറക്ഷൻസ് ഒക്കെ നികത്തിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും നമ്മളോടൊപ്പം നിൽക്കുക. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.